മുത്തശ്ശനാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട്, മോനെ നീ ദേവയാനി കൊടുത്ത 50 ലക്ഷം രൂപ മോളുടെ അക്കൗണ്ടിലോട്ട് ഇട്ടോ. ഇല്ല മുത്തശ്ശ, ചെക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാനെന്തായാലും അത് അമ്മയ്ക്ക് തിരികെ കൊടുക്കാമെന്നാ കരുതുന്നേ. അമ്മ എപ്പോഴും ചോദിച്ചോണ്ടേ ഇരിക്കുക, അമ്മയ്ക്ക് മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ, ആ കുട്ടി ചെക്ക് മാറിയില്ലേ എന്നൊക്കെ ദിവസവും എൻ്റെ അടുത്ത് ചോദിക്കും. മോനെ, അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്ക് ആ കുട്ടിയോടൊരു പ്രത്യേക സ്നേഹ, സ്വന്തം ജീവൻ രക്ഷിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കാണാനും ആ കുട്ടിക്ക് സഹായങ്ങൾ ചെയ്യാനും ദേവയാനി ഒട്ടും മടിക്കാത്തത് അതുകൊണ്ട് തന്നെയാ. അതുകൊണ്ട് അവൾ പറയുന്നത് പോലെ ആ പൈസ നയന മോളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കണം. മുത്തശ്ശ, ഇക്കാര്യം ഞാൻ നയനയോട് പറഞ്ഞതാ. അവള് അതൊന്നും വേണ്ട എന്നാ പറയുന്നേ. പിന്നെ എന്താ മുത്തശ്ശ ചെയ്യുന്നേ? മോൾ അതൊക്കെ പറയും. ദേവയാനി തന്ന പൈസയൊന്നും മോളുടെ അക്കൗണ്ടിലോട്ട് ഇടണ്ട. നയന മോൾക്ക് 50 ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തോളാം. നയന മോൾക്ക് എന്തു കൊടുത്താലും പകരാവില്ല. എന്നാലും എൻ്റെ സന്തോഷത്തിന് ഞാൻ ആ പൈസ ട്രാൻസ്ഫർ ചെയ്തോളാം. അതുമാത്രമല്ല ആദർശേ, ഇപ്പോഴും നയന മോളുടെ അച്ഛൻ്റെ പേരിൽ ആ വീടാക്കി കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന പോലെയാ അവരാ വീട്ടിൽ താമസിക്കുന്നത്. ആ വീട് അവരുടെ സ്വന്തം ആവണം. ഗോവിന്ദൻ്റെ പേരിൽ ആ വീട് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളും നീ നോക്കണം. അത് ശരിയാ മുത്തശ്ശ, ഞാനും കരുതിയതാ ആ വീട് അവരുടെ പേരിലാക്കി കൊടുക്കണമെന്ന്. അതെല്ലാം ഞാൻ ചെയ്തോളാം. വേണ്ട, അതൊക്കെ മോൾക്ക് വേണ്ടിയിട്ട് ഞാനാ ചെയ്യുന്നേ. അതുമാത്രമല്ല, ഞാനൊരു കാര്യം കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ മുത്തശ്ശ? എന്താ? നമ്മൾ തുടങ്ങാൻ പോകുന്ന പുതിയ ബ്രാഞ്ച് ഉണ്ടല്ലോ, അത് നയന മോളുടെ പേരിലാണ് തുടങ്ങുന്നത്. അതിന്ന് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും ഇനി നയനയ്ക്കുള്ളതാ. മോൾ ഓക്കെ ആയതിനു ശേഷം അതിൻ്റെ എല്ലാ നടത്തിപ്പും മോള് തന്നെ നോക്കട്ടെ. ഇനി മോൾ ഇവിടെ ചുമ്മാ ഇരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരുപാട് കഴിവുള്ള പെൺകുട്ടിയാ നയന, അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. മോളൊരു കലാകാരിയാ. ഒരുപാട് ഡിസൈൻസൊക്കെ വരച്ചത് നമുക്ക് തന്നെ എത്ര കോടികളാ ലാഭം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടത്തിന് അത് നമുക്ക് വിട്ടുകൊടുക്കാം. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. എന്തായാലും അവൾ തിരിച്ച് അനന്തപുരിയിലോട്ട് വന്നതിന് ശേഷം അവളിവിടെ ചുമ്മാ ഇരുത്തരുതെന്ന് തന്നെയാ എൻ്റെയും തീരുമാനം. എന്നാൽ മുത്തശ്ശനെടുത്ത തീരുമാനം അതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. അവൾക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഒരു ജ്വല്ലറി ഒന്നും അവളുടെ പേരിൽ എഴുതി വെക്കുന്നതിനോട് അവൾക്ക് തീരെ യോജിപ്പുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ മോളോട് ഞാൻ പറഞ്ഞോളാം. മോളെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട്. കുറേ ദിവസമായില്ലേ മോളെ കണ്ടിട്ട്. ഇടയ്ക്കിടയ്ക്ക് പോയി കാണണമെന്നൊക്കെ ഉണ്ട്. ആരോഗ്യസ്ഥിതി അതിന് സമ്മതിക്കുന്നില്ല. എന്തായാലും ഞാനും വസുന്ധരയും ഇന്ന് തന്നെ മോളെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ ഞാൻ നയന മോളോട് പറഞ്ഞോളാം എന്ന് മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശരി മുത്തശ്ശ, ഞാനെന്തായാലും ഓഫീസിലോട്ട് ഇറങ്ങട്ടെ. നയനയുടെ അടുത്ത് പോയിട്ട് വേണം എനിക്ക് നേരെ ഓഫീസിലോട്ട് ചെല്ലാൻ. ആ മോനെ, മോൾക്ക് നല്ല പരിഗണന കൊടുക്കണം. അമ്മയേക്കാൾ കൂടുതൽ നീ മോളെ സ്നേഹിക്കണം. അവൾക്കൊരു കുറവുണ്ടാവരുത്. ഇല്ല മുത്തശ്ശ, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ആദർശ് പോകുന്നുണ്ട്. ഇതെല്ലാം ജലജ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ജലജയാണെങ്കിൽ അതപ്പം തന്നെ ദേവിയാനിയോടും ജാനകിയോടും പോയി പറയുന്നുണ്ട്. ഏട്ടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജലജെ, എന്താ കാര്യം? അല്ല, ഏട്ടത്തി ഇത് കേൾക്കുമ്പോൾ ഞെട്ടും. നീ കാര്യം പറ. നീ ഇങ്ങനെ അതും ഇതും പറയാതെ എന്താ കാര്യം എന്നുള്ളത് തെളിച്ചു പറ. ഏട്ടത്തി, ആ നയനയ്ക്ക് പുതിയതായി തുടങ്ങാൻ പോകുന്ന ബ്രാഞ്ച് കൊടുക്കാനാ അച്ഛൻ്റെ ഉദ്ദേശം. അവളുടെ പേരിലാ അത് തുടങ്ങുന്നതെന്നാ അച്ഛൻ പറയുന്നേ. നീ എന്തൊക്കെയാ ജലജയെ പറയുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള ഒരു വഴിയുമില്ല. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒരാൾക്ക് മാത്രമായിട്ട് അച്ഛൻ അങ്ങനെയൊക്കെ കൊടുക്കോ? ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ അവർ സംസാരിക്കുന്നത്. തുടക്കം തൊട്ട് സംസാരിക്കുന്നൊന്നും ഞാൻ കേട്ടില്ല. പിന്നെ ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് കേട്ടതാ. ഈ അച്ഛനും ആദർശനും ഇതെന്തിൻ്റെ കേടാന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൾ എന്താ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? അത് മാത്രല്ല ഏട്ടത്തി, ആ വീടുണ്ടല്ലോ അത് ആദർശ് എടുത്തു കൊടുത്തതാണെന്നല്ലേ പറഞ്ഞത്. അത് മുത്തശ്ശൻ പേരിലാക്കി കൊടുക്കുക. എല്ലാം കൂടെ അവർക്ക് കോളടിച്ചു. ഏട്ടത്തി, ഇത് വെറുതെ വിടാൻ പാടില്ല കേട്ടോ. ഇവിടെ നയന മാത്രമല്ല മരുമകളായിട്ടുള്ളത്. അനാമിക മോളും ഇവിടുത്തെ മരുമകളാ. അവൾക്കെന്താ ഇതുപോലെയൊന്നും കൊടുക്കാത്തെ? എപ്പോഴും ഈ നയനയ്ക്ക് മാത്രമേ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. അതത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജാനകി, നീ വിഷമിക്കാതിരിക്കുക. നയനയ്ക്ക് അങ്ങനെ അച്ഛൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാവരോടും പറയും. ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാം. അല്ലാതെ ഇത് കേട്ടതൊക്കെ പോയി ചോദിച്ചാൽ അച്ഛൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ. നിങ്ങൾക്കൊക്കെ അറിയാലോ, എൻ്റെ മോൻ ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറിയിലെ വേറൊരു സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവൻ ഇന്നേ വരെ ഒരു ബ്രാഞ്ച് നോക്കാൻ പോലെ ഏൽപ്പിക്കുന്നില്ല. അതൊന്നും നീ കൂടുതൽ പറയണ്ട. നിന്റെ മകൻ എന്തൊക്കെയാ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാ ബ്രാഞ്ച് ഒന്നും നോക്കാനായിട്ട് അഭിയെ ഏൽപ്പിക്കാത്തത്. ഇനിയിപ്പോൾ അതിന് നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കില്ല. ഏട്ടത്തി, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഈ ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും പലതവണ നയനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെയാ എനിക്ക് തോന്നാറ്. ഇനി നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ നടന്നു കാണോ? ഇനി അവൾ പ്രഗ്നൻ്റ് ആയിരിക്കോ? ഇനി അത് ഒളിപ്പിച്ച് വെക്കാനായിരിക്കോ ഇതൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ജാനകി സംശയം പറയുന്നുണ്ട്. ഇത് കേട്ട് ദേവിയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഏയ്, അതിനുള്ള വഴിയൊന്നുമില്ല. അത് ഞാൻ ആദർശനോടും അച്ഛനോടൊക്കെ ചോദിച്ചതാ. അവരങ്ങനെയൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. അത് ചിലപ്പോൾ ഏട്ടത്തി അറിഞ്ഞു കഴിഞ്ഞാലേ
പ്രശ്നമാക്കിയാലോ എന്ന് കരുതിയിട്ടായിരിക്കും ഏട്ടത്തിയോട് പറയാത്തെ. ആ കുഞ്ഞിനെ കളയാനായിട്ട് ഏട്ടത്തി പറഞ്ഞാലോ എന്ന് കരുതി ഈ സമയത്ത് ഏട്ടത്തിയോട് പറയാതിരിക്കുന്നതായിരിക്കും. പിന്നെ ഏട്ടത്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏട്ടത്തിയുടെ അസുഖം കൂടുമോ എന്നൊക്കെ കരുതി അവർ മറച്ചു വെക്കുന്നതും ആയിരിക്കും. എന്തായാലും എനിക്കതാ സംശയം. അത് ശരിയാ ഏട്ടത്തി, എനിക്കും അങ്ങനെയൊരു സംശയമുണ്ട്. അന്ന് അനാമിക മോള് അവളെ പിടിച്ച് തള്ളിയപ്പോഴേക്കും നന്ദുവിന് ഇത്രയും ദേഷ്യം വരാനും ആ സമയത്ത് തന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ തോന്നിയിരുന്നു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയൂ എന്നൊക്കെ അമ്മയും ചോദിച്ചതല്ലേ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഏട്ടത്തി, അത് ഉറപ്പാ. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കോ എന്ന് ദേവയാനി ചിന്തിക്കുകയാണ്. അങ്ങനെ ദേവയാനി തന്നെ പറയുന്നുണ്ട്, ഇനി എന്തായാലും നമ്മളിങ്ങനെ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അവളെ വീട്ടിലോട്ട് പോവാം, അവളോട് തന്നെ നേരിട്ട് ചോദിക്കണം എന്ന് ദേവയാനി പറയുന്നുണ്ട്. ഏട്ടത്തി, നമ്മൾ പോയി ചോദിച്ചാൽ അവൾ സത്യങ്ങളൊക്കെ പറയോ? പറയിപ്പിക്കണം, അതിനുള്ള വഴിയെ എനിക്ക് നന്നായിട്ട് അറിയാം, അവളെ എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞ് ദേവയാനി ഒറ്റക്കാലിൽ നിൽക്കുമായിരിക്കും. കൂട്ടത്തിൽ ജലജയും ജാനകിയും ഒക്കെ നയനയെ കാണാനായിട്ട് ദേവയാനിയുടെ കൂടെ പോകുന്നുണ്ട്. നയനയോട് കനക പറയുന്നുണ്ട്, മോളെ ഈ പച്ചമരുന്നൊക്കെ ഇവിടെ കൊടുന്നു വെച്ചിരിക്കുന്നത് എന്തിനാ? അതൊക്കെ എടുത്ത് കുടിക്കണം. മോളുടെ ആരോഗ്യം പഴയ പോലെ ആവണ്ടേ, അതിനു വേണ്ടിയിട്ടാ ഈ മരുന്നുകളൊക്കെ. ഇതൊക്കെ കറക്റ്റായിട്ട് കുടിക്കണം. എന്തിനാ അമ്മേ? എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞതല്ലേ ഇനി ഒരു റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന്. അതൊക്കെ ഡോക്ടർ പറയും എന്ന് കരുതിയിട്ടേ എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റില്ല. ആദർശ് മോന് വന്നാലേ എൻ്റെ അടുത്താ ചോദിക്കുക, മോളെ നോക്കിയില്ലെങ്കിൽ. അതുകൊണ്ടേ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് ഈ മരുന്നൊക്കെ കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാൽ മതി. ഒരു കാര്യത്തിലും മോൾ ഇടപെടണ്ട. മോളെ, നന്ദുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? അമ്മ എന്താ പറയുന്നേ? അല്ല, അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതിന് നന്ദുവിൻ്റെ ഇഷ്ടം കൂടെ നോക്കണ്ട അമ്മേ. നമ്മുടെ ഇഷ്ടത്തിന് കല്യാണക്കാര്യം പറഞ്ഞാൽ അവൾ സമ്മതിക്കോ? അവളെ സമ്മതിപ്പിക്കണം മോളെ, അല്ലെങ്കിൽ വീണ്ടും അനാമിക വന്ന് പ്രശ്നം ഉണ്ടാക്കും. നന്ദുവായിട്ട് വീണ്ടും അടുപ്പാണെന്നൊക്കെ പറഞ്ഞ് അവൾക്കും അതൊരു പേരുദോഷ. അതിനു മുൻപേ അവളുടെ കല്യാണം നടത്തണം. മോളെന്തായാലും നന്ദുവിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും. ആ അമ്മേ, ഞാൻ നന്ദുവിനോട് പറഞ്ഞു നോക്കാം എന്ന് നയന പറയുന്നുണ്ട്. കനക അങ്ങനെ ഗോവിന്ദന് ചായയുമായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഗോവിന്ദൻ പുറത്തിരിക്കുമായിരിക്കും. ഗോവിന്ദേട്ടാ, ചായ ഇതാ, ചായ കുടിക്ക്. നന്ദുട്ടൻ എവിടെ? അവളിപ്പോൾ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. അവളിപ്പോൾ ഏത് നേരം ആ റൂമിലാ. എന്നാ അനി വന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം മോൾ ആകെ വിഷമത്തിലാ. അവളിപ്പോൾ റൂമിലൊരു ബുക്കും പിടിച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വിളിച്ചാൽ വന്ന് കഴിച്ച പോലെ ഭാവിച്ചങ്ങ് പോവും. അവളെ ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. എത്രയും വേഗം അവൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഗോവിന്ദനോട് കനക പറയുമ്പോഴായിരിക്കും ഒരു കാറ് വന്ന് നിൽക്കുന്നത്. നോക്കുന്ന സമയത്ത് ദേവയാനി ആയിരിക്കും. ദേവയാനി കണ്ട് ഞെട്ടി നിൽക്കുമായിരിക്കും കനക. ഗോവിന്ദേട്ടാ, ആദർശിൻ്റെ അമ്മയാണല്ലോ, ഇനി വല്ല പ്രശ്നമായിട്ട് വരുമായിരിക്കോ? ഏയ്, അതൊന്നും ആയിരിക്കില്ല എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി ഇവരുടെ അടുത്തോട്ട് വരികയാണ്. ആ ചേച്ചി വരൂ, ചേച്ചിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കനക ചോദിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വേറെ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ദേവയാനി തിരിച്ചും ചോദിക്കുകയാണ്. ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് കനക പറയുന്നുണ്ട്. എന്തായാലും വീടും പരിസരമൊക്കെ കൊള്ളാം. ഇതിപ്പോൾ സ്വന്തം പേരിലായല്ലോ അല്ലേ? ഇല്ല, സ്വന്തം പേരിലൊന്നുമല്ല, ആദർശ എടുത്ത് തന്നേ ഉള്ളൂ. നിങ്ങളെൻ്റെ അടുത്ത് അഭിനയിക്കേണ്ട, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ വീടും സ്ഥലവും നിങ്ങളുടെ പേരിലാക്കാൻ ആദർശം അച്ഛനും തീരുമാനിച്ചിരിക്കുക. അതുമാത്രമല്ല, നയനയുടെ പേരിൽ പുതിയൊരു ജ്വല്ലറി കൂടെ തുടങ്ങുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയാത്തതാണോ? അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ